ഒരു അഴിമതി സിസ്റ്റം വളരെ പ്രബലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്ത് അഴിമതിക്കെതിരെ പ്രവർത്തിക്കുകയോ അഴിമതിക്കെതിരെ പ്രതികരിക്കുകയോ ചെയ്യുന്ന വ്യക്തികളെ വളഞ്ഞിട്ടാക്രമിക്കുക എന്നുള്ളത് ഒരു 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 സാധാരണ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു DGP റാങ്കിലുള്ള ഒരാൾ നേരത്തെ വിജിലൻസിൻ്റെ ഡയറക്ടറായിരുന്നു, അദ്ദേഹത്തിന് ഒരു NOC കൊടുക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ കരിയർ നഷ്ടപ്പെടുത്തുന്നു. DGP റാങ്കിലുള്ള പേര് ഞാൻ മറന്നു വരുന്നു, ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരാൾ, കേരളത്തിലേക്കായിട്ടുള്ള. അതുപോലെ കാർഷികോത്പാദന കമ്മീഷണറായിരുന്ന ഒരു IAS ഓഫീസറിനെയും ഒരു 9 മാസത്തിനിടയ്ക്ക് 3 മാസം ട്രാൻസ്ഫർ ചെയ്യുന്നു. കാരണം അദ്ദേഹമൊക്കെ അഴിമതിക്കെതിരെ നിലപാടിലാണ്. അതുപോലെ പ്രശാന്ത് എന്ന് പറയുന്ന IAS ഓഫീസറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ എനിക്ക് തന്നെ അറിയാം, പോലീസിലും വിജിലൻസിലും മറ്റു വകുപ്പുകളിലുമൊക്കെ അഴിമതിക്കെതിരെ നിലപാടെടുത്തവരെ അല്ലെ അഴിമതിക്കെതിരെ പ്രതികരിച്ചവരെയൊക്കെ നിശബ്ദരാക്കാൻ വേണ്ടിയിട്ട് നിരന്തരം അവരെ വേട്ടയാടുകയും ക്രൂശിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടപടി നിർബാധം ശ്രീ പിണറായി വിജയൻ ഈ ഭരണത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 9 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യത്തെ ഒരാളാണ് പിണറായി വിജയൻ്റെ ആദ്യത്തെ ആള്. കാരണം ഇദ്ദേഹത്തെ ഈ സിസ്റ്റത്തിൽ വെച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് അഴിമതി കാണിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ. അല്ലേ ഞാൻ അവിടെ തുടരുന്നതിൽ പുള്ളിക്ക് എന്താ വിഷമം? ഒരു വിഷമവും ഇല്ല. പക്ഷേ ഞാൻ അഴിമതിക്കെതിരെ ഒരു നിലപാടുള്ള വ്യക്തിയാണെന്ന് ഞാൻ പരസ്യമായിട്ട് പ്രഖ്യാപിച്ച് അതിനെതിരെ പ്രതികരിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇദ്ദേഹത്തെ വെച്ച് ഉറപ്പിച്ചാൽ ഈ അഴിമതി സിസ്റ്റം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള നടപടിയെടുത്ത വ്യക്തി ശ്രീ പിണറായി വിജയനാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ എത്രയോ വ്യക്തികളെ അഴിമതിക്കെതിരെ നിലപാടുള്ളവരെ, നടപടിയുള്ളവരെയും പ്രതികരിച്ചവരെയും ഒക്കെ നിശബ്ദരാക്കാൻ വേണ്ടിയുള്ള ഭരണത്തിൻ്റെ ശക്തി ഉപയോഗിച്ച്, ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഈ ഭരണകൂടം, പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഭരണകൂടം നടത്തിയിട്ടുണ്ട്. അത് ദേവസ്വം വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥരാവട്ടെ, സിവിൽ സപ്ലൈസിലെ ഉദ്യോഗസ്ഥരാകട്ടെ, പോലീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരാകട്ടെ, വിജിലൻസിലെ ഉദ്യോഗസ്ഥരാകട്ടെ, ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരായിട്ട് അവസാനം നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത കാലത്ത് കേട്ടതാണ്. അപ്പോൾ അഴിമതി സിസ്റ്റം വളർത്താൻ വേണ്ടി തീരുമാനമെടുത്ത് ഒരു ഭരണം നയിക്കുന്ന ആൾക്ക് അഴിമതി വിരുദ്ധത എന്ന് പറയുന്നത് ഒരിക്കലും വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അഴിമതി മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെല്ലാവരും കൂടെയാണ്. കാരണം അഴിമതി പണം കുറച്ച് പേരുടെ പോക്കറ്റിൽ പോകും, അത് മാസപ്പടിയായിട്ട് അല്ലെങ്കിൽ പല വിധത്തിലുള്ള ആയിട്ട് കുറേ പേരുടെ, കുറച്ച് വ്യക്തികളുടെ ഇത് പോകണം. അപ്പോൾ ഈ സമത്വം, സാഹോദര്യം എന്നൊക്കെ കെട്ടിഘോഷിക്കുന്ന, പ്രസംഗിക്കുന്ന ഒരു പാർട്ടിയുടെ 13 വർഷം ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ.